So last class we discussed ICMP, that is Internet Control Message Protocol, right? So what do you mean by ICMP? എന്തായിരുന്നു ICMP എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ICMP എന്തിനാ നമ്മൾ യൂസ് ചെയ്യുന്നത്? കഴിഞ്ഞ ക്ലാസ്സിലുള്ള ആരെങ്കിലും പറഞ്ഞു? So why are we using Internet Control Message Protocol? എന്തിനായിരുന്നു പാർവതി? പറഞ്ഞോ. Control error message. Okay, two types of messages are there. What are they? Error reporting messages, query messages. Query message. Okay, fine. Okay. Error reporting messages and query messages are there. So we discussed in the last class. So now we are going to learn IGMP. So what is IGMP? Internet Group Management Protocol. Okay, note it down. IGMP, Internet Group Management Protocol. So this is usually a multicast network. Okay, so it manages group group membership. Okay, so IGMP means Internet Group Management Protocol. So it is used to manage group membership in a multicast network. What do you mean by multicast network? The multicast network യൂണികാസ്റ്റ്, ബ്രോഡ്കാസ്റ്റ്, മൾട്ടികാസ്റ്റ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? എന്താ മൾട്ടികാസ്റ്റിൽ എന്താ സംഭവിക്കുന്നത്? പറ. ഇതായിരുന്നു ശിശിര മൾട്ടികാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. യൂണികാസ്റ്റ് എന്തായിരുന്നു? ഓർമ്മയില്ല. എന്താണ് ദീപ്തി? ഓർമ്മയില്ല സർ. യൂണികാസ്റ്റ് ഒന്നും ഓർമ്മയില്ല. നിങ്ങൾ നോട്ട്സ് എഴുതിയൊന്ന് മറച്ചു നോക്കി എന്നിട്ട് പറഞ്ഞു. എന്താണ് യൂണികാസ്റ്റ്, എന്താണ് ബ്രോഡ്കാസ്റ്റ്, എന്താണ് മൾട്ടികാസ്റ്റ്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെസ്സേജ് IP ഫോർവേഡിംഗിൽ മെസ്സേജ് ഡാറ്റ ഒരു ഡിസൈഡ് ഹോസ്റ്റിലേക്ക് മാത്രം സെൻഡ് ചെയ്യുന്നു. ഒരു പെർട്ടിക്കുലർ ഹോസ്റ്റിലേക്ക് മാത്രം. യൂണികാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നെറ്റ്വർക്കിലുള്ള ഒരു ഹോസ്റ്റിൽ നിന്ന് വേറൊരു ഹോസ്റ്റിലേക്ക് മാത്രം നമ്മൾ മെസ്സേജ് സെൻഡ് ചെയ്യുന്നതിനാണ് യൂണികാസ്റ്റ് എന്ന് പറയുന്നത്. ബ്രോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബ്രോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പറ. എന്താണ് അശ്വിത ബ്രോഡ്കാസ്റ്റ്, യൂണികാസ്റ്റ്, മൾട്ടികാസ്റ്റ്? കേൾക്കുന്നില്ല പറയുന്നത്? Sir, broadcastil packet is addressed to all the hosts. എല്ലാ ഒരു നെറ്റ്വർക്കിലുള്ള കംപ്ലീറ്റ് ഹോസ്റ്റിലേക്ക് നമ്മൾ അയക്കുന്നതിന് ആ ബ്രോഡ്കാസ്റ്റ് വേർഡ് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിക്കൂടെ? എല്ലാ ഹോസ്റ്റിലേക്കും അയക്കുന്നതിനാണ് നമ്മൾ ബ്രോഡ്കാസ്റ്റ് എന്ന് പറയുന്നത്. യൂണികാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒറ്റ ഒരു ഹോസ്റ്റിലേക്ക്, ഏതെങ്കിലും ഒരു ഹോസ്റ്റിൽ സെലക്ട് ചെയ്ത് അതിന് മാത്രം അയക്കുന്നതിനാണ് യൂണികാസ്റ്റ് എന്ന് പറയുന്നത്. മൾട്ടികാസ്റ്റ് എന്ന് വെച്ചാൽ മോർ ദാൻ 2, അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റിനും യൂണികാസ്റ്റിൻ്റെയും കോമ്പിനേഷൻ ആയിരിക്കും മൾട്ടികാസ്റ്റ് എന്ന് പറയുന്നത്. വെച്ചാൽ എല്ലാ ഡിവൈസസിലേക്കും അയക്കില്ല, പക്ഷെ ഒന്നിലധികം ഒന്നോ രണ്ടോ അതിലധികം
ഹോസ്റ്റിലേക്ക് നമ്മൾ സെൻഡ് ചെയ്യുന്ന പ്രോസസ്സിനാണ് മൾട്ടികാസ്റ്റ് അഡ്രസ്സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളിപ്പം പറഞ്ഞ എന്താ, ഇന്റർനെറ്റ് ഗ്രൂപ്പ് മെസ്സേജ് പ്രോട്ടോകോൾ IGMP എന്തിലാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ മൾട്ടികാസ്റ്റ് റൗട്ടേഴ്സിലാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഡിഫറെൻറ്റ് കമ്പ്യൂട്ടേഴ്സിന് ഡിഫറെൻറ്റ് മെമ്പർഷിപ്പ് വാല്യൂ കൊടുത്തിട്ടുണ്ടാവും. ആ മെമ്പർഷിപ്പ് വാല്യൂ ഉള്ള ഡിവൈസസിലേക്ക് മാത്രം നമ്മൾ പാക്കറ്റിനെ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് IGMP ഇന്റർനെറ്റ് ഗ്രൂപ്പ് മാനേജിംഗ് പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, മനസ്സിലാവല്ലോ പറയുന്നത്. സോ ലിസ്റ്റ് ഓഫ് ഗ്രൂപ്പ് ഈസ് മെയിൻറ്റൈൻഡ് വെൻ മെമ്പേഴ്സ് ഓഫ് ദ ഗ്രൂപ്പ്സ് ആർ പ്രസന്റ് ഇൻ ദ നെറ്റ്വർക്ക്. ഓക്കെ, അപ്പം ഡിഫറെൻറ്റ് മെമ്പേഴ്സ് ഉണ്ടാവും. അപ്പം ആ മെമ്പേഴ്സിനെ വെച്ചിട്ട് ഒരു ലിസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, നെറ്റ്വർക്കിൽ പ്രിപ്പയർ ആയിട്ടുണ്ടാവും. ഓക്കെ ഓക്കെ, അപ്പോൾ ആ ലിസ്റ്റിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, IGMP യൂസ് ചെയ്യുന്നത്. സോ IGMP ഈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് ആൻഡ് അപ്ഡേറ്റ് ദ ലിസ്റ്റ്. ഓക്കെ, അപ്പം മനസ്സിലായോ, പറഞ്ഞാൽ മനസ്സിലായോ? മൾട്ടികാസ്റ്റ് അഡ്രസ്സിങ്ങിലാണ് നമ്മൾ IGMP യൂസ് ചെയ്യുന്നത്. ആ വേർഡ് തന്നെ നോക്കുക, ഇന്റർനെറ്റ് ഗ്രൂപ്പ് മാനേജ്മെന്റ് പ്രോട്ടോകോൾ. ഓക്കെ, അപ്പോൾ നമ്മളൊരു മൾട്ടികാസ്റ്റ് അയക്കുന്ന സമയത്ത് ഓരോ ഡിവൈസസിനും പ്രയോറിറ്റീസ് കൊടുക്കും. അതിനാണ് നമ്മൾ മെമ്പർഷിപ്പ് വാല്യൂ എന്ന് പറയുന്നത് അല്ലേ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്യാനും അതിന് ക്രിയേറ്റ് ചെയ്യാനും ആ ലിസ്റ്റിനെ അപ്ഡേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, IGMP എന്ന പ്രോട്ടോകോൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, എല്ലാം കൂടി കൺഫ്യൂസ്ഡ് ആകാൻ പാടില്ല. ICMP എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, എന്താ ICMP? ICMP എന്താ, വാട്ട് ഈസ് എ ഫുൾ ഫോം ഓഫ് ICMP? Internet Control Message Protocol. ഇന്റർനെറ്റ് കൺട്രോൾ മെസ്സേജ് പ്രോട്ടോകോൾ ആണ് ICMP. IGMP ഇന്റർനെറ്റ് ഗ്രൂപ്പ് മാനേജ്മെന്റ് പ്രോട്ടോകോൾ. കേട്ടോ, മാറിപ്പോകാൻ പാടില്ല. ഇന്റർനെറ്റ് ഗ്രൂപ്പ് മാനേജ്മെന്റ് പ്രോട്ടോകോൾ, അതാണ് IGMP. ഓക്കെ, അപ്പോൾ ഇതിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ IGMPയിൽ മെസ്സേജസ് എന്തുണ്ട്, ക്വറി ഉണ്ട്, മെമ്പർഷിപ്പ് റിപ്പോർട്ട് ഉണ്ട്, ലീവ് റിപ്പോർട്ട് ഉണ്ട്. ഓക്കെ, ക്വറി, മെമ്പർഷിപ്പ് റിപ്പോർട്ട്, ലീവ് റിപ്പോർട്ട്. ഓക്കെ, മനസ്സിലാകുന്നില്ല പറഞ്ഞത്? ഓക്കെ, ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. സോ ഹിയർ you can see the working of IGMP. That is, the multicast router of a network has a list of multicast address for which the network is having any member. Okay, there is one multicast router for each group. ഓരോ ഗ്രൂപ്പിന് എന്തുണ്ടാവും, ഒരു മൾട്ടികാസ്റ്റ് റൗട്ടർ ഉണ്ടാവും that distributes the multicast packets to members of that particular group. Okay, അപ്പം it means the network will have two multicast routers if there are two multicast group. Okay, അപ്പം മൾട്ടികാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഗ്രൂപ്പായി ആ ഗ്രൂപ്പിലേക്ക് നമ്മൾ മെസ്സേജസ് പാസ് ചെയ്യുക അല്ലേ. അപ്പം ആ മെസ്സേജസ് എത്ര ഗ്രൂപ്പ് ഉണ്ടോ അത്രയും നമ്പർ ഓഫ് എന്തുണ്ടാവും, റൗട്ടേഴ്സ് ഉണ്ടാവും, മൾട്ടികാസ്റ്റ് റൗട്ടേഴ്സ്. അതെ, ഓക്കെ ഓക്കെ. അപ്പം ആ ഹോസ്റ്റ് അല്ലെങ്കിൽ ആ മൾട്ടികാസ്റ്റ് റൗട്ടർ എന്ന് പറയുന്നത് ആ ഗ്രൂപ്പിലെ മെമ്പർ ആവും. എ ഹോസ്റ്റ് ഓർ എ മൾട്ടികാസ്റ്റ് റൗട്ടർ ക്യാൻ ബി എ മെമ്പർ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ഗ്രൂപ്പ്. വെൻ എ ഹോസ്റ്റ് ഈസ് ഹാവിംഗ് മെമ്പർഷിപ്പ്, ഇറ്റ് മീൻസ് ദാറ്റ് എനി പ്രോസസ് റണ്ണിംഗ് ഓൺ ദാറ്റ് host is a member of that group, and when router is having membership of group, it means one of the networks connected to the router is having membership of that group. അതായത് ഒരു ഗ്രൂപ്പിൽ ഒരു ഹോസ്റ്റ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഹോസ്റ്റിൽ നടക്കുന്ന എല്ലാ പ്രോസസ്സും എന്തായിരിക്കും, എല്ലാ പ്രോസസ്സിനും ആ പെർട്ടിക്കുലർ ഗ്രൂപ്പിലൊരു മെമ്പർഷിപ്പ് ഉണ്ടാവും. ഓക്കെ, സിമിലർലി ഒരു റൗട്ടർ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ റൗട്ടറിലേക്ക് കണക്ട് ചെയ്ത എല്ലാ നെറ്റ്വർക്സിനും എന്തുണ്ടാവും, ആ ഗ്രൂപ്പിലുള്ള ഒരു മെമ്പർഷിപ്പ് ഉണ്ടാവും. ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? ഓക്കെ, ഇത് മൾട്ടികാസ്റ്റ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഡിഫറെൻറ്റ് നെറ്റ്വർക്സിലേക്ക് നമ്മൾ മെസ്സേജസ് അയക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു പെർട്ടിക്കുലർ ലിസ്റ്റ് ഉണ്ടാവും. ആ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ അപ്ഡേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് IGMP എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഓരോ ഗ്രൂപ്പിലും എന്തുണ്ടാവും, ഓരോ ഗ്രൂപ്പിനും ഓരോ മൾട്ടികാസ്റ്റ് റൗട്ടർ നമ്മൾ അസൈൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ ഓക്കെ, പിന്നെ ഒരു പെർട്ടിക്കുലർ ഹോസ്റ്റ് ഒരു മൾട്ടികാസ്റ്റ് ഗ്രൂപ്പിൽ മെമ്പർ ആണെങ്കിൽ അതിലുള്ള എല്ലാ പ്രോസസ്സും അതിൽ നടക്കുന്ന പ്രോസസ്സുകൾ കംപ്ലീറ്റിനും ആ ഗ്രൂപ്പിലൊരു മെമ്പർഷിപ്പ് വാല്യൂ ഉണ്ടാവും. സിമിലർലി റൗട്ടറാണ് ആ ഗ്രൂപ്പിലുണ്ടെങ്കിൽ എന്തായിരിക്കും, അതിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന നെറ്റ്വർക്കിന് എന്തുണ്ടാവും, അതിനകത്തുള്ളൊരു മെമ്പർഷിപ്പ് വാല്യൂ ഉണ്ടായിരിക്കും. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞ? ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, രണ്ട് പ്രോസസ്സുകളുണ്ട്. രണ്ട് പ്രോസസ്സ് എന്ന് വെച്ചാൽ ഒന്ന് ഫസ്റ്റ് ഓഫ് ഓൾ ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യും. ഓക്കെ, ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിലേക്ക് ജോയിൻ ചെയ്യുന്ന പ്രോസസ്സും പിന്നെ ആ ഗ്രൂപ്പ് ലീവ് ചെയ്യുന്ന പ്രോസസ്സും. ഓക്കെ, IGMPയിൽ രണ്ട് മെയിൻ പ്രോസസ്സ് ഉണ്ട്. വാട്ട് ആർ ദ ജോയിനിങ് എ ഗ്രൂപ്പ് ആസ് വെൽ ആസ് ലീവിങ് എ ഗ്രൂപ്പ്. നോക്കാം.
ഇതിൽ joining a group as well as leaving a group. So what do you mean by joining a group? Joining group എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതായത് suppose a host or router wants to join a group. So what will happen? A host maintains list of processes that have membership in a group. അപ്പം ഒരു പ്രോസസ്സിന്റെ ലിസ്റ്റ് ഉണ്ടാവും അല്ലേ? അപ്പം എന്ത് ചെയ്യും? When a process wants to join a new group, it sends the request to the host. അപ്പോൾ ഒന്നുമില്ല, ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഒരു ഹോസ്റ്റ് ജോയിൻ എങ്കിൽ it will send a request to that particular group. That is, the host needs to join. Okay. അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യാം? അതിലൊരു ലിസ്റ്റ് ഉണ്ടാവും അല്ലേ? മെമ്പർഷിപ്പ് ലിസ്റ്റ് ഉണ്ടാവും. ആ ലിസ്റ്റ് എന്ത് ചെയ്യും? നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മെമ്പർ വന്നു കഴിഞ്ഞാൽ ആ ലിസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? അപ്ഡേറ്റ് ചെയ്യും. Similarly, suppose a host needs to leave a group. A host needs to leave a group. Leave ചെയ്യുമ്പോൾ എന്താ സംഭവിക്കും? ഇവിടെ എന്താണ് ജോയിനിങ് റിക്വസ്റ്റ് ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഹിയർ ദ ഹോസ്റ്റ് വിൽ അപ്ലൈ എ ലീവ് റിക്വസ്റ്റ്. ലീവ് റിക്വസ്റ്റ് കൊടുക്കും അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ബാക്കി പ്രോസസ്സുകൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എന്ത് ചെയ്യും? ഈ ഹോസ്റ്റിനെ നമ്മൾ ഈ ഗ്രൂപ്പിൽ നിന്ന് ലീവ് ചെയ്യും. സോ അവിടെ എന്തുണ്ടാവും? അപ്ഡേഷൻ നടക്കും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? IGMPയിൽ ഒരു ഹോസ്റ്റിന് ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനും ലീവ് ചെയ്യാനും പറ്റുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ രണ്ട് പ്രോസസ്സ് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണെന്നുണ്ടോ പറയുന്നത്? ഓക്കെ, അപ്പോൾ ആ രണ്ട് പ്രോട്ടോകോൾസ് ശരിക്കും പഠിച്ചു വെക്കുക, മനസ്സിലാക്കുക. എന്താണ് ICMPയും IGMPയും? ICMP എന്ന് വെച്ചാൽ ഇന്റർനെറ്റ് കൺട്രോൾ മെസ്സേജ് പ്രോട്ടോക്കോളും IGMP എന്ന് വെച്ചാൽ ഗ്രൂപ്പ് മാനേജ്മെന്റ് പ്രോട്ടോക്കോൾ. മാറിപ്പോകാൻ പാടില്ല കേട്ടോ. മെസ്സേജ് ഒന്ന് മാനേജ്മെന്റും ആണ്. അപ്പോൾ അത് ആ ടേമിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ? എന്താ സംഭവിക്കുന്നത്? ഒന്നിൽ ഗ്രൂപ്പ് മാനേജ്മെന്റ് ആണ്, മൾട്ടികാസ്റ്റ് അഡ്രസ്സിന് ഗ്രൂപ്പ് മാനേജ്മെന്റിന് വേണ്ടിയിട്ടാണ് ഒന്ന് യൂസ് ചെയ്യുന്നത്. മറ്റാൾ എന്താണ്? IP കൺട്രോൾ ഇല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെസ്സേജസിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്വറി അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് എറേഴ്സ് ഡിറ്റക്ട് ചെയ്യാനൊക്കെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ICMP യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്നത് ഇതേപോലെ തന്നെ അടുത്തൊരു പ്രോട്ടോക്കോളാണ്. നെറ്റ്വർക്ക് ലെയറിൽ വരുന്ന അടുത്ത പ്രോട്ടോക്കോളാണ്. ദാറ്റ് ഈസ് DHCP, ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോക്കോൾ. ഓക്കെ, DHCP, ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോക്കോൾ. Okay. So DHCP actually RIRP. What do you mean by RIRP? എന്തായിരുന്നു RIRP? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ? What do you mean by RIRP? എന്തായിരുന്നു? ARPയും RIRPയും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്തായിരുന്നു RIRP? Okay, reverse address resolution protocol. Okay, sir. So what is the need of RIRP? Why are we using RIRP? What is the function of RIRP? ലോജിക്കൽ അഡ്രസ് ആയിട്ട് മാപ്പ് ചെയ്യും. ഓക്കെ, ഫിസിക്കൽ അഡ്രസ്സിന് നെറ്റ്വർക്ക് അഡ്രസ്സിലേക്ക് അല്ലെങ്കിൽ ലോജിക്കൽ അഡ്രസ്സിലേക്ക് മാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഫിസിക്കൽ അഡ്രസ് യൂസ് ചെയ്ത് വി നീഡ് ടു ഫൈൻഡ് എ ലോജിക്കൽ അഡ്രസ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? RIRP യൂസ് ചെയ്യുന്നത് അല്ല. ARPയിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ലോജിക്കൽ അഡ്രസ് കിട്ടിക്കഴിഞ്ഞാൽ വി ആർ എക്സ്ട്രാക്ടിങ് ഫിസിക്കൽ അഡ്രസ് ഫ്രം ദാറ്റ് പെർട്ടിക്കുലർ ലോജിക്കൽ അഡ്രസ്. അതൊരു ടേബിൾ ഉണ്ടാവും, ടേബിളായിട്ട് മാച്ച് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ അതിൻ്റെ നേരെ റിവേഴ്സ് പ്രോസസ്സാണ് RIRPയിൽ ചെയ്യുന്നത്. ഓക്കെ, സോ RIRPനെ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടാണ് ആക്ച്വലി DHCP വരുന്നത്. DHCPയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ യൂസ് ചെയ്യുന്നത് ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോക്കോൾ ആണ്. ഇവിടെയും നമ്മൾ ചെയ്യുന്നത്, സോ വി ആർ ഹാവിംഗ് എ ഫിസിക്കൽ അഡ്രസ് ആൻഡ് വി നീഡ് ടു ഫൈൻഡ് ഔട്ട് എ ലോജിക്കൽ അഡ്രസ്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? DHCP യൂസ് ചെയ്യുന്നത്. അതായത് DHCP മാപ്സ് എ മാക് അഡ്രസ് ടു ആൻ IP അഡ്രസ്. മാക് അഡ്രസ്സിന് IP അഡ്രസ് കണ്ടുപിടിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? DHCP യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ നമ്മൾ രണ്ട് ടൈപ്പ് അഡ്രസ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഒന്നെന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിക് അഡ്രസ്, അതുപോലെ തന്നെ ഡൈനാമിക് അഡ്രസ്. ഓക്കെ, സോ സ്റ്റാറ്റിക് അഡ്രസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ അഡ്രസ്സ് ചേഞ്ച് ചെയ്യില്ല, സെയിം അഡ്രസ്സ് തന്നെ ആയിരിക്കും എൻ്റെ നെറ്റ്വർക്കിൽ എൻ്റെ ഡിവൈസിന് ഉണ്ടാവും. ഡൈനാമിക് അഡ്രസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ ഓരോ പ്രാവശ്യം ഈ IP അഡ്രസ്സ്
ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ പറഞ്ഞത്? ടു ടൈപ്പ്, രണ്ട് രീതിയിൽ അഡ്രസ്സ് ഉണ്ട്, സ്റ്റാറ്റിക് അഡ്രസ്സും ഡൈനാമിക് അഡ്രസ്സും. അപ്പം ഡൈനാമിക് അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലിമിറ്റഡ് പീരീഡ് ഓഫ് ടൈം മാത്രമേ എന്തുണ്ടാവുള്ളൂ, ആ IP അഡ്രസ്സ് ഉണ്ടാവും അല്ലേ. ഓക്കെ, ദറ്റ് ഈസ് അസൈൻ ആൻ IP അഡ്രസ് ഫോർ എ ലിമിറ്റഡ് പീരീഡ് ഓഫ് ടൈം. അതിനാണ് നമ്മൾ ഡൈനാമിക് അഡ്രസ് എന്ന് പറയുക. സ്റ്റാറ്റിക് അഡ്രസ് എന്ന് വെച്ചാൽ ദാറ്റ്സ് എ പെർമനന്റ് അഡ്രസ്. ഈ സ്റ്റാറ്റിക് ഡൈനാമിക് അഡ്രസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആക്ച്വലി റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് സെയിം അഡ്രസ്സിനെ തന്നെ വീണ്ടും വീണ്ടും റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഡൈനാമിക് അലോക്കേഷൻ അല്ലെങ്കിൽ ഡൈനാമിക് അഡ്രസ്സിനെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ട്? അപ്പോൾ രണ്ട് ടൈപ്പ് അഡ്രസ്സിംഗ് ഉണ്ട്. അപ്പോൾ ഇതിലിപ്പം DHCP എന്താ ചെയ്യുന്നത്, ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോക്കോളാണ്. അപ്പോൾ അതിൽ രണ്ട് ടൈപ്പ് അഡ്രസ്സിംഗ് അലോക്കേഷൻ ഉണ്ട്. സോ ഫസ്റ്റ് ഈസ് സ്റ്റാറ്റിക് അഡ്രസ് അലോക്കേഷൻ, രണ്ടാമത്തെ ഡൈനാമിക് അഡ്രസ് അലോക്കേഷൻ. So what is happening in static address allocation? Client can request a static address from a DHCP server. Okay, a DHCP server has a database and that statically allocate physical address to IP address. അതായത് ഒരു ഡിവൈസ് ഉണ്ടെങ്കിൽ അതിനൊരു സ്റ്റാറ്റിക് അഡ്രസ് ആണ് വേണമെങ്കിൽ ദാറ്റ് വിൽ റിക്വസ്റ്റ് ഫോർ എ സ്റ്റാറ്റിക് അഡ്രസ് അല്ലേ. ഒരു DHCP സെർവറിന് എന്ത് ചെയ്യണം, നമുക്ക് സ്റ്റാറ്റിക് അഡ്രസ്സിന് വേണ്ടിയിട്ട് സ്റ്റാറ്റിക് അഡ്രസ് റിക്വസ്റ്റ് ചെയ്യും. അപ്പോൾ അതിനുശേഷം എന്ത് സംഭവിക്കും, DHCP സെർവർ എന്ത് ചെയ്യും, ഇറ്റ് വിൽ അലോക്കേറ്റ് എന്താ പറയുക, ഒരു IP അഡ്രസ് കൊടുക്കും ആൻഡ് ഇറ്റ് വിൽ മാപ്പ് ദാറ്റ് ഫിസിക്കൽ അഡ്രസ് ടു IP അഡ്രസ്. അതാണ് സ്റ്റാറ്റിക് അഡ്രസ് അലോക്കേഷൻ പറയുന്നത്. ആൻഡ് വാട്ട് ഈസ് ഡൈനാമിക് അഡ്രസ് അലോക്കേഷൻ? For DHCP, I mean for dynamic address allocation, DHCP has a second database, okay, with a pool of available IP address. അപ്പം രണ്ടാമത്തെ വേറൊരു ഡാറ്റാബേസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്, അതിനാണ് നമ്മൾ ഡൈനാമിക് അഡ്രസ് എന്ന് പറയുന്നത്. Okay, the second database makes the DHCP dynamic. That is, when a DHCP client requests a temporary IP address, DHCP server goes to the pool of available IP addresses and assign an IP address for a period of time. അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ രണ്ട് ടൈപ്പ് അലോക്കേഷൻ ഉണ്ട്. എന്താ സംഭവിക്കുന്നത്, സ്റ്റാറ്റിക് അഡ്രസ് അലോക്കേഷനും ഡൈനാമിക് അഡ്രസ് അലോക്കേഷൻ. ഓക്കെ, അപ്പം സ്റ്റാറ്റിക് അഡ്രസ് അലോക്കേഷൻ എന്താ ചെയ്യുന്നത്, ഒരു സ്റ്റാറ്റിക് അഡ്രസ്, ഒരു പെർമനന്റ് അഡ്രസ് വിൽ ബി അലോക്കേറ്റഡ്. പെർമനന്റ് IP അഡ്രസ് ആ പെർട്ടിക്കുലർ ഡിവൈസിന് അലോക്കേറ്റ് ചെയ്യും. But in the case of a dynamic address allocation, what is happening here? Any separate pool, separate database. രണ്ടിനും സെപ്പറേറ്റ് ഡേറ്റാബേസ് ഉണ്ടാവും. ഡൈനാമിക് അഡ്രസ്സിനും സ്റ്റാറ്റിക് അഡ്രസ്സിനും സെപ്പറേറ്റ് ഉണ്ടാവും. ഒരു ഡൈനാമിക് അഡ്രസ് ആണ് നമുക്ക് വേണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഒരു പൂൾ ഡൈനാമിക് ഡാറ്റാബേസിൽ പൂൾ ഉണ്ടാവും. അപ്പോൾ ആ പൂളിൽ നിന്ന് എന്ത് ചെയ്യും, നിങ്ങൾ ഒരു പെർട്ടിക്കുലർ അഡ്രസ് എടുത്തിട്ട് ഒരു ലിമിറ്റഡ് പീരീഡ് ഓഫ് ടൈമിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു പെർട്ടിക്കുലർ ഡിവൈസിന് അസൈൻ ചെയ്ത് കൊടുക്കും. സോ ദാറ്റ് ഈസ് ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോക്കോൾ. ഇതൊന്നും വലിയ എന്താ പറയുക, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല ഓർത്ത് വെക്കാൻ വേണ്ടി. ആ പേര് ഇതായിട്ട് ഓർത്ത് വെക്കുക. ആ പേരുമായിട്ട് കണക്ട് ചെയ്ത് തന്നെ എന്താണ് സംഭവം എന്ന് ഓർത്ത് വെക്കുക. ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോക്കോൾ. ഹോസ്റ്റ് കോൺഫിഗറേഷൻ എന്ന് വെച്ചാൽ ഒരു പെർട്ടിക്കുലർ ഹോസ്റ്റിന് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഡിവൈസിന് IP അഡ്രസ് അസൈൻ ചെയ്ത് കൊടുക്കും. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? ആ രീതിയിൽ അത് ഓർത്ത് വെക്കുക, എന്നാലും മാത്രമേ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ? മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? ക്ലിയർ ആകുന്നുണ്ടോ? എന്താ DHCP എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി? What is DHCP? Dynamic Host Control Protocol. കേട്ടോ, ഈ പേരുകളാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. നന്നായിട്ട് ഓർത്ത് വെക്കുക. ICMP എന്ന് വെച്ചാൽ ഇന്റർനെറ്റ് കൺട്രോൾ മെസ്സേജ് പ്രോട്ടോകോൾ ആണ്. IGMP എന്ന് വെച്ചാൽ ഇന്റർനെറ്റ് ഗ്രൂപ്പ് എന്താണ്, മാനേജ്മെന്റ് പ്രോട്ടോകോൾ ആണ്. അപ്പോൾ തമ്മിൽ മാറിപ്പോകാൻ പാടില്ല, ശരിക്കും അത് പഠിച്ചു വെക്കും. ഓക്കെ, അപ്പോൾ ഇതിന്റെ വർക്കിംഗ് നമ്മൾ നോക്കാം എങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം, ഹോസ്റ്റ് കണക്ടിങ് ടു എ നെറ്റ്. Okay, a cable or either cable or wireless Wi-Fi വെച്ച് കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു കേബിൾ വെച്ചിട്ട് ഹോസ്റ്റ് നമ്മൾ കണക്ട് ചെയ്യണം. Sends a DHCP discover message to all hosts in the layer 2 segment. Okay, അപ്പോൾ DHCP discover message എന്ന് വെച്ചാൽ ഒരു ഹോസ്റ്റ് വെർട്ടിക്കൽ നമ്മൾ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് ഒരു മെസ്സേജ് നമ്മൾ പാസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെയാണ് നമ്മൾ പറയുന്നത് DHCP discover message. Okay, DHCP മെസ്സേജ് ഉള്ള ഫ്രെയിം മെസ്സേജ് നമുക്ക് റിക്വസ്റ്റ് ആണ് അവിടെ അല്ല, ഡിസ്കവർ നമുക്ക് കണ്ടുപിടിക്കണം, നമ്മളെ IP അഡ്രസ് കണ്ടുപിടിക്കണം എന്നുള്ള റിക്വസ്റ്റ് ആണ് ആക്ച്വലി. അപ്പോൾ ആ DHCP സെർവറിലേക്ക് പോകുന്നത്. ആഫ്റ്റർ ദ DHCP സെർവർ റിസീവ്സ്
discover message, it suggests the IP address offering to the client host by unicast. ഒരു യൂണികാസ്റ്റ് മെമ്പറിലൂടെ നമ്മൾ ചെയ്യുന്ന ഒരു ഇത് കൊടുക്കുന്നത് അതാണ് ഇപ്പോൾ ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ള. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ക്ലയന്റ് നമുക്ക് അതിൽ കാണിച്ചില്ല, ക്ലയന്റ് എന്ത് ചെയ്യുന്നു, ഒരു ഡിസ്കവർ മെസ്സേജ് അയച്ചു, അതായത് ഒരു IP അഡ്രസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിസ്കവർ മെസ്സേജ് അയച്ചു. ആർക്കാ അയച്ചത്? DHCP സെർവറിന് അയച്ചത്. സോ ഇൻ റിട്ടേൺ വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ, DHCP സെർവർ വിൽ സെൻഡ് എ യൂണികാസ്റ്റ് അഡ്രസ്. അത് ഈ പെർട്ടിക്കുലർ ക്ലയന്റിന് ഇത് അയക്കുന്നത് ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് ആയിരിക്കും. ശ്രദ്ധിക്കുക, എപ്പോഴും ആദ്യം എന്താ ചെയ്യുന്നത്, ഒരു ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് ആയിരിക്കും ഹോസ്റ്റ് അയക്കുന്നത്. തിരിച്ച് നമുക്ക് കിട്ടുന്നത് എപ്പോഴും എന്തായിരിക്കും, ഒരു യൂണികാസ്റ്റ് മെസ്സേജ് ആയിരിക്കും. സെർവർ അയക്കുന്നത് ഒരു യൂണികാസ്റ്റ് മെസ്സേജ് ആയിരിക്കും. ഓക്കെ, അപ്പം ഇവിടെ എന്താ സംഭവിക്കുന്നത്, അപ്പൊ യൂണികാസ്റ്റ് മെസ്സേജ് ഓവർ മെസ്സേജ് ആണ്. ആ ഓവർ മെസ്സേജിൽ എന്തൊക്കെയുണ്ടാവും, പ്രപ്പോസ്ഡ് IP അഡ്രസ് ഫോർ ദ ക്ലയന്റ്. ഓക്കെ, ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന ഒരു അഡ്രസ് കാണാം, 192.168.1.10 എന്ന് പറഞ്ഞൊരു ഒരു IP അഡ്രസ് അതിന് പ്രപ്പോസ് ചെയ്തിരിക്കും. ഓക്കെ, അതിന് പുറമെ എന്ത് ചെയ്യും, സബ്നെറ്റ് മാസ്ക് ടു ഐഡന്റിഫൈ ദ സബ്നെറ്റ് സ്പേസ്. അപ്പൊ സബ്നെറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, സബ്നെറ്റിംഗ് നമ്മൾ പറഞ്ഞതാണ്. എന്താ സബ്നെറ്റിംഗ് എന്ന് പറഞ്ഞാൽ, ഹോസ്റ്റിലെ ഒരു പാർട്ട് എടുത്തിട്ട് നമ്മൾ നെറ്റ്വർക്ക് അതിലേക്ക് കൊടുക്കുന്നതാണ്. അപ്പൊ നമുക്ക് എന്ത് വേണം, നെറ്റ്വർക്ക് ഏതാണ്, ഹോസ്റ്റ് ഏതാണെന്ന് നമുക്ക് മനസ്സിലാണ്. അതുപോലെ തന്നെ സബ്നെറ്റ് ഏതാണെന്ന് നമുക്ക്, സബ്നെറ്റ് ഏതാണ്, നെറ്റ് ID ഏതാണ്, അതുപോലെ ഹോസ്റ്റ് ID ഏതാണെന്ന് നമുക്ക് ക്ലിയർ ചെയ്യണം അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിന്റെ കൂടെ എന്ത് ചെയ്യും, എ സബ്നെറ്റ് സ്പേസ് വിൽ ബി പ്രൊവൈഡ്. ഓക്കെ, പിന്നെ അതിന് പുറമെ എന്ത് ചെയ്യും, IP ഓഫ് ഡിഫോൾട്ട് ഗേറ്റ് വേ ഫോർ ആ പെർട്ടിക്കുലർ ഗേറ്റ് വേന്റെ IP അഡ്രസ് പ്രൊവൈഡ് ചെയ്യും. IP ഓഫ് DNS സെർവർ, അത് നിങ്ങൾ അങ്ങോട്ടേക്ക് പഠിക്കും. അപ്പോൾ നെയിം ട്രാൻസ്ലേഷൻ, അതിന്റെ ട്രാൻസ്ലേഷന് വേണ്ടിയിട്ടുള്ള ഒരു സെർവർ നെയിം, ഇത് നമ്മൾ അടുത്ത ഇതിലേക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യും, ഈ DHCP സെർവർ DHCP ക്ലയന്റിന് ഓഫർ ചെയ്ത് കൊടുക്കും. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഓക്കെ, അപ്പൊ അതിന് ശേഷം എന്താ സംഭവിക്കുന്നത് നിങ്ങൾ നോക്കിയേ. ഓക്കെ, DHCP റിക്വസ്റ്റ് കൊടുക്കും. ആ ഈ മെസ്സേജിന് കറസ്പോണ്ടിങ് ആയിട്ട് DHCP റിക്വസ്റ്റ് കൊടുക്കും. നമുക്ക് ഏതാണ് IP സെറ്റിംഗ്സിന് ചൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിക്വസ്റ്റ്, അതായത് ഇന്ന പെർട്ടിക്കുലർ നെറ്റ്വർക്ക് നമുക്ക് ചൂസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള റിക്വസ്റ്റ് എന്ത് ചെയ്യും, ഇത് യൂണികാസ്റ്റ് ആയിരിക്കും, ഇത് DHCP സെർവറിന് കൊടുക്കും. അപ്പോൾ IP സെറ്റിംഗ്സ് അവിടെ അപ്പോഴത്തേക്ക് എന്തായിട്ടുണ്ടാവും, കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. അതിന് കിട്ടിയതിന് ശേഷം എന്ത് ചെയ്യും, DHCP സെർവർ എന്ത് ചെയ്യും, തിരിച്ച് ഒരു അക്നോളജ്മെന്റ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇതാണ് DHCP എന്ന് പറയുന്നത്. ഓക്കെ, ഡൈനാമിക് ഹോസ്റ്റ് കൺട്രോൾ പ്രോട്ടോകോൾ. നമ്മൾ നേരത്തെ പഠിച്ച RARPന്റെ സെയിം പ്രൊസീജിയർ തന്നെയാണ്. അപ്പോൾ ഇവിടെ എന്താണ്, രണ്ട് രീതിയിൽ നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റും. ഒന്നുകിൽ സ്റ്റാറ്റിക് അഡ്രസ് നമുക്ക് ഒരു ക്ലയന്റിനെ പിന്നെ കൊടുക്കാൻ പറ്റും. സിമിലർലി ഒരു ഡൈനാമിക് അഡ്രസ്സും നമുക്ക് ഇത് വെച്ചിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണെന്നുണ്ടോ പറയുന്നത്? ഇതിൽ 3 ടൈപ്പ് അലോക്കേഷൻ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓട്ടോമാറ്റിക് അലോക്കേഷൻ. ഓട്ടോമാറ്റിക് അലോക്കേഷൻ എന്ന് പറഞ്ഞാലാണ് ആക്ച്വലി നമ്മൾ ഈ പറയുന്ന എന്ത് വരുന്നത്, ഐ മീൻ ഓട്ടോമാറ്റിക് അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓട്ടോമാറ്റിക് അലോക്കേഷനിലാണ് നേരത്തെ നമ്മൾ പറഞ്ഞ സ്റ്റാറ്റിക് അഡ്രസ് കൊടുക്കുന്നത്. ഇതും കൂടി ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. സ്റ്റാറ്റിക് അഡ്രസ് ഓട്ടോമാറ്റിക് അലോക്കേഷൻ. രണ്ടാമത്തെ ഡൈനാമിക് അലോക്കേഷൻ. സോ വാട്ട് യു മീൻ ബൈ ഡൈനാമിക് അലോക്കേഷൻ? ഡൈനാമിക് അഡ്രസ് വിൽ ബി പ്രൊവൈഡഡ് ടു ഹോസ്റ്റ്, ഓക്കെ, ഫോർ എ ലിമിറ്റഡ് പീരീഡ് ഓഫ് ടൈം. ഒരു ലിമിറ്റഡ് ടൈമിൽ മാത്രം ഒരു അഡ്രസ്സ് കൊടുക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, ഡൈനാമിക് അലോക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് മാനുവൽ അലോക്കേഷൻ ആണ്. ഓക്കെ, മാനുവൽ അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് അഡ്മിൻ തന്നെ മാനുവലി അലോക്കേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, മാനുവൽ അലോക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് the IP address will be provided to a host by the network admin. Okay, clear ആണല്ലോ പറയുന്നത്? അഭിജിത്ത് ക്ലിയർ ആണെന്നുണ്ടോ പറയുന്നത്? ഈ പേരുകൾ ഓർത്ത് വെക്കുക, കൺഫ്യൂസ്ഡ് ആകാൻ പാടില്ല. എന്തൊക്കെ നമ്മൾ പഠിച്ച DHCP എന്ന് പറഞ്ഞാൽ വടി മീൻ ബൈ DHCP, ഡൈനാമിക് ഹോസ്റ്റ് കൺട്രോൾ പ്രോട്ടോകോൾ. ഇപ്പൊ എന്താ ചെയ്യുന്നത് ഇതിൽ?
നമ്മൾ അവിടെ എന്താ ചെയ്യുന്നത്? ആക്ച്വലി നമ്മളൊരു either static or dynamic address will be provided to host by a DHCP protocol. ഓക്കെ, അപ്പം സ്റ്റാറ്റിക് അഡ്രസ് അതിൽ 3 ടൈപ്പ് ഉണ്ട്. എന്തൊക്കെയാണ്? ഓട്ടോമാറ്റിക് ഉണ്ട്, ഡൈനാമിക് ഉണ്ട് ആൻഡ് മാനുവൽ ഉണ്ട്. ഓട്ടോമാറ്റിക് ആണെങ്കിൽ DHCP server will provide a static address, but in the case of a dynamic allocation, a dynamic address, that means a temporary address will be provided to the host by the DHCP server. പിന്നെ ഉള്ളത് മാനുവൽ ആണ്. മാനുവൽ എന്ന് വെച്ചാൽ നെറ്റ്വർക്ക് അഡ്മിൻ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ അഡ്രസ് ഇതിന് പ്രൊവൈഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? മാനുവൽ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ വൈഫൈ ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ അധികം കാണാൻ പറ്റും, ഓരോ പ്രാവശ്യവും IP അഡ്രസ്സ് വ്യത്യാസമായിരിക്കും. അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഡൈനാമിക് ആണ്, ഡൈനാമിക് അഡ്രസ് അലോക്കേഷൻ ആണ്. ഇവിടെ ഒരേ സെയിം നെറ്റ്വർക്കിൽ തന്നെ ഡിഫറെൻറ്റ് IP അഡ്രസ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, സോ നോക്കൂ, അതിനെയാണ് നമ്മൾ DHCP എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് വിർച്വൽ ലാൻ ആണ് കേട്ടോ. വിർച്വൽ ലാൻ. വിർച്വൽ ലാൻ നോക്കാം. So what do you mean by virtual LAN? Okay, we can roughly define a virtual local area network, local area network as a local or a network configured by software, not by physical wiring. അപ്പം അതിൽ തന്നെ മനസ്സിലാക്കുക, പേര് തന്നെ മനസ്സിലാക്കുക, ഫിസിക്കൽ വയറിംഗ് ഇല്ലാതെ by using software we are creating a LAN that is known as virtual LAN. Okay, അതായത് ഒരു സിംഗിൾ എക്സ്റ്റൻഡഡ് ലാൻ ക്യാൻ ബി പാർട്ടീഷൻ ടു അനദർ ലാൻ. അതായത് സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് നമ്മളൊരു ലാൻ ക്രിയേറ്റ് ചെയ്യും. ക്ലിയർ ആകുന്നുണ്ടോ പറയുന്നത്? ക്ലിയർ ആകുന്നുണ്ടോ? എന്താ വെർച്വൽ ലാൻ എന്ന് പറഞ്ഞാൽ? വെർച്വൽ ലാൻ, ആ പേര് തന്നെ മനസ്സിലാക്കുക. വെർച്വൽ ലാൻ എന്ന് പറഞ്ഞാൽ നോട്ട് യൂസിങ് ഫിസിക്കൽ കണക്ഷൻ. ഫിസിക്കൽ കണക്ഷൻ ഇല്ലാതെ വി ആർ സെപ്പറേറ്റിംഗ് ഒരു ഉള്ള ഒരു ലാനിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വേറൊരു ലാനാക്കി മാറ്റണം ബൈ യൂസിങ് സോഫ്റ്റ്വെയർ. ആ സോഫ്റ്റ്വെയർ അതിനെയാണ് നമ്മൾ വെർച്വൽ ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ വെർച്വൽ ലാനിൽ എന്താ? അതായത് ഈച്ച് VLAN is a work group in the organization. Suppose if a person moves from one group to another, there is no need to change the physical configuration. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇപ്പം നമ്മുടെ ഒരു കോളേജിൽ എന്തുണ്ട്, ഒരു കോളേജ് മൊത്തത്തിൽ ഒരു നെറ്റ്വർക്ക് ആണെന്ന് നിങ്ങൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, ആ നെറ്റ്വർക്കിന് നമ്മൾ ഡിഫറെൻറ്റ് സബ്നെറ്റ്സ് ആക്കിയിട്ട് മാറ്റി. അല്ല പോട്ടെ, നമ്മളൊരു ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ കോളേജൊക്കെ നമ്മൾ സബ്നെറ്റ്സ് ആക്കിയിട്ട് മാറ്റി. ആ സബ്നെറ്റ്സ് ആണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് എന്ന് വിചാരിക്കും. ഇപ്പോൾ EC ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, മെക്കാനിക്കൽ ഉണ്ട്, സിവിൽ ഉണ്ട്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ്, ഫസ്റ്റ് ഇയർ ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അപ്പോൾ അത് ആ എൻറ്റയർ നെറ്റ്വർക്കിലെ കുറച്ച് നെറ്റ്വർക്കുകളാണ്. അപ്പോൾ അതിന് നമ്മൾ എന്ത് പറയും? സബ്നെറ്റ്സ് എന്ന് പറയും അല്ലെ. ആ സബ്നെറ്റ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പെർട്ടിക്കുലർ സബ്നെറ്റ് ID നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ലേ. ഹോസ്റ്റ് എന്നുള്ള ഒരു സംഭവത്തിൽ കണക്ട് ചെയ്തിട്ട് സബ്നെറ്റ് ID ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ലെ. ഹോസ്റ്റിനുള്ള ബിറ്റ്സുകൾ നമ്മൾ ബോറോ ചെയ്തിട്ടാണ് സബ്നെറ്റ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇനിയിപ്പം ടോട്ടൽ നെറ്റ്വർക്കായി. ഇനി ഈ നെറ്റ്വർക്കിലുള്ള ഓരോ ഡിവൈസസ് ഉണ്ട്. ആ ഡിവൈസ് ആണ് നമ്മൾ ഇവിടെയുള്ള സ്റ്റുഡൻസ് എന്ന് വിചാരിക്കുക, ഓരോ ഹോസ്റ്റുകൾ എന്ന് വിചാരിക്കുക. ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് വീണ്ടും നെറ്റ്വർക്കുകൾ ഉണ്ടാക്കണം എന്നായിരിക്കും. അതായത് ഈ ഉള്ളിൽ തന്നെ നെറ്റ്വർക്ക് ഉണ്ടാക്കുക വെച്ചാൽ, സപ്പോസ് ഇപ്പം ECയിലെ ഇപ്പം നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുക, നിങ്ങൾ വേറെ എന്തെങ്കിലും ഒരു കൾച്ചറൽ ക്ലബ്ബ് ഉണ്ടാക്കുന്നു. ഓക്കെ, ഒരു കൾച്ചറൽ ക്ലബ്ബ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ കൾച്ചറൽ ക്ലബ്ബ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ആൾക്കാരുണ്ടാവും അല്ലെ. EC ഡിപ്പാർട്ട്മെന്റിലുള്ള സ്റ്റുഡൻസ് ഉണ്ടാവാം, മെക്കാനിക്കലിനുള്ളിൽ ഉണ്ടാവാം, സിമിലർലി സിവിലിനുള്ളിൽ ഉണ്ടാവാം. അപ്പോൾ എന്തുണ്ടാവും? ഒരേ നെറ്റ്വർക്ക് തന്നെയുള്ള ഡിഫറെൻറ്റ് ഡിവൈസസിനെ കൂട്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വേറൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? അശ്വിത ക്ലിയർ ആകുന്നുണ്ടോ പറയുന്നത്? ഓക്കെ, അഭിജിത്ത് മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? അതായത് ഒരു പെർട്ടിക്കുലർ നെറ്റ്വർക്കിൽ ഡിഫറെൻറ്റ് നെറ്റ്വർക്കിലുള്ള ഡിഫറെൻറ്റ് ഹോസ്റ്റുകൾ നമ്മൾ എടുക്കുന്നത്. ആ ഹോസ്റ്റുകൾ എടുത്ത് നമ്മൾ വേറൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ ഈ സാധാരണ രീതിയിലുള്ള ഫിസിക്കൽ വയറിംഗ് നമ്മൾ വെച്ചിട്ട് വീണ്ടും ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ അതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ എന്താ വെർച്വൽ ലാൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. സോ വെർച്വൽ ലാനിൽ എന്താ ചൂസ് ചെയ്യുന്നത്? അതായത് ഒരു ഗ്രൂപ്പിൽ തന്നെ ഡിഫറെൻറ്റ് ഗ്രൂപ്പ് ആക്കുന്നത്, ആ ഡിഫറെൻറ്റ് ലാൻ ഉണ്ടാക്കുന്നത്. ആ ലാൻ എങ്ങനെ ഉണ്ടാക്കുന്നത്? ബൈ യൂസിങ് സോഫ്റ്റ്വെയർ. അപ്പോൾ അതിനെയാണ് നമ്മൾ വെർച്വൽ ലാൻ എന്ന് പറയുന്നത്. ഓക്കെ,
ക്ലിയർ ആണെന്നല്ലോ പറയുന്നത്. സോ ഗ്രൂപ്പ് മെമ്പർഷിപ്പ് ഇൻ എ VLAN is defined by software, not hardware. All members belong to a LAN can receive a broadcast message sent to that particular VLAN. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? ഇപ്പോൾ നമ്മളിപ്പം ഒരു VLAN ഉണ്ടാക്കി, ആ VLAN ഉണ്ടാക്കിയ ശേഷം അതിൻ്റെ അകത്ത് ഇപ്പം നിങ്ങളിപ്പോൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നവരെ അതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു മെസ്സേജ് ഇട്ട് എന്താ സംഭവിക്കുന്നത്? അത് അവിടെയുള്ള എല്ലാവരും കാണും. അതേപോലെ തന്നെ ഡിഫറെൻറ്റ് VLAN ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? ഒരു പെർട്ടിക്കുലർ മെസ്സേജ് നമ്മൾ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ VLANിലുള്ള ആൾക്കാർ മാത്രമേ അത് കാണുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ പറയുന്നത്? ക്ലിയർ ആണെന്നില്ലേ പറയുന്നത്? അപ്പോൾ ഒരു ഗ്രൂപ്പിലുള്ള ഡിഫറെൻറ്റ് ആൾക്കാരെ നമ്മൾ നോക്കുന്നു. ആ ഡിഫറെൻറ്റ് ആൾക്കാർക്ക് മാത്രമേ അത് നമുക്ക് എത്തുന്നു. അതായത് ഇപ്പോൾ നമ്മൾ വളരെ ഇങ്ങനെ പറയുകയാണെങ്കിൽ സപ്പോസ് ഇപ്പം ഇവിടെ ഒരു VLAN ഉണ്ട്. അപ്പോൾ ഓരോന്നിനും നമ്പർ കൊടുക്കും നമ്മൾ. VLAN 100 എന്നിട്ടൊരു നമ്പർ കൊടുക്കും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യും? ഒരു ബ്രിഡ്ജിൽ കണക്ട് ചെയ്യും ഇതേപോലെ തന്നെ. ഓക്കെ, അപ്പോൾ ഇവിടെ വേറൊരു VLAN ഉണ്ട്, അത് 100 എന്നായിരിക്കും. അപ്പോൾ അത് ഈ ബ്രിഡ്ജിൽ കണക്ട് ചെയ്തു. സിമിലർലി ഇവിടെ VLAN ഉണ്ട്, നമ്പർ 200 ആണെന്ന് എടുക്കാം. ഇവിടെ അഗെയിൻ വി ഹാവ് എ VLAN, അത് 200 ആണെന്ന് വിചാരിക്കാം. ഇവിടെ ഒരു VLAN ഉണ്ട്. ഈ VLAനും ഈ ഒരു ബ്രിഡ്ജിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ സപ്പോസ് ഇപ്പം ഇത് 200 ആണ്. അപ്പോൾ VLAN 100ലേക്കാണ് നമ്മളൊരു ഇതെന്ന് വെച്ചാൽ ഇതിൽ എല്ലാ ലാനെയും ഈ ഒരു VLAN കണക്ട് ചെയ്യുന്നു, മറ്റൊരു VLAN വെർച്വൽ കണക്ഷനാണ്. VLAനെ കണക്ട് ചെയ്യുന്ന റൗട്ടർ അല്ലെങ്കിൽ ബ്രിഡ്ജ് ആണെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പം ഈ VLAനിലേക്ക് മാത്രം ഒരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഇതിലേക്ക് ഒരു മെസ്സേജ് ബ്രിഡ്ജിലേക്ക് പോയി, ഈ ബ്രിഡ്ജിലേക്ക് പോയി ഇങ്ങോട്ടേക്ക് പോയി. സപ്പോസ് ഇവിടെ നമുക്ക് 2 പാത്ത് ഉണ്ട്. എന്താണ്? VLAN 100 ഉണ്ട്, ഇവിടെ VLAN 200 ഉണ്ട്, ഇവിടെ VLAN 100 ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ അയച്ച മെസ്സേജിന്റെ കൂടെ എന്ത് ചെയ്യും? നമ്മളെ ലാൻഡ് ID നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എന്താ സംഭവിക്കുക? VLAN 100 എന്നാണ് നമുക്ക് മെസ്സേജ് വന്നിട്ടുള്ളത്. അപ്പം എന്തിലേക്ക് മാത്രമേ പോകാൻ പാടുള്ളൂ? ഈ VLAN 100ലേക്ക് മാത്രമേ പോകാൻ പാടുള്ളൂ. അപ്പം ആ പാക്കറ്റിനെ ഇങ്ങോട്ടേക്കായിരിക്കും നമ്മൾ ഫോർവേഡ് ചെയ്യുക, ഈ VLAN 100ലേക്ക് ഫോർവേഡ് ചെയ്യുക. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ അകത്തുള്ള ഹോസ്റ്റുകളെല്ലാം തന്നെ എന്തായിരിക്കും? വേറൊരു ലാൻഡിൻ്റെ മെമ്പർ ആയിരിക്കും അല്ലേ? അപ്പോൾ അതിൻ്റെ അകത്തുനിന്നുള്ള ഓരോ ഡിവൈസസിന് എടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിഫറെൻറ്റ് ഫിസിക്കൽ കണക്ഷൻ ഉണ്ടാക്കുന്നുണ്ടാവും. ഓക്കെ, മനസ്സിലായെന്ന് ഇവിടെ പറയുന്നത്? ഓക്കെ, അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ഇതിൻ്റെ കുറച്ചും കൂടി ഉണ്ട്. ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം, ഇതിൻ്റെ അഡ്വാൻറ്റേജസും കണക്ഷനുള്ള. ഇപ്പോൾ VLAN എന്ന് പറഞ്ഞാൽ ആലോചിക്കുക, വിത്തൗട്ട് ഫിസിക്കൽ കണക്ഷൻ വി ആർ ക്രിയേറ്റിംഗ് എ LAN യൂസിങ് എ സോഫ്റ്റ്വെയർ. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ VLAN എന്ന് പറയുന്നത്, വെർച്വൽ LAN എന്ന് പറയുന്നത്. ഇതൊക്കെ എക്സാമിന് എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കും എന്താ സംഭവം. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് ടേൺസ് പറയാം.